സർക്കാരിന്റെ സൗജന്യ യൂണിഫോം പദ്ധതിക്കായി വസ്ത്രങ്ങൾ നെയ്ത കൈത്തറി തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചില്ലെന്ന് പരാതി. ഹാൻഡ്വീവിന് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് 10 മാസമായിട്ടും കൂലി ലഭിക്കാത്തത്. കോട്ടയം കാണക്കാരിയിലെ അജി നാരായണൻ ഇപ്പോഴും നെയ്യുകയാണ് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോം തുണികൾ. കഴിഞ്ഞ വർഷവും ഇതുപോലെ യൂണിഫോം തുണികൾ നെയ്തിരുന്നു. എന്നാൽ അതിന്റെ കൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല. 10 മാസമായിട്ടും തുക ലഭിക്കാതെ വന്നതോടെ വലിയ ദുരിതത്തിലാണ് ഈ നെയ്ത്ത് തൊഴിലാളി. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 മാസമായിട്ട് നമുക്ക് കൂലിക്കാശ് കിട്ടുന്നില്ല. കൂലിക്കാശില്ല. അതായത് 2018 നമുക്ക് എക്സ്ട്രാ അലവൻസ് എന്ന് പറയുന്നത് ഒരാഴ്ച 35 മീറ്റർ നെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ. അത് 2018 നമുക്ക് കിട്ടില്ല. ആ പൈസ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നെയ്ത്തുകാരുണ്ട്. ഇവർക്കെല്ലാം ഇതേ അവസ്ഥയാണ്. 1 മീറ്റർ തുണിക്ക് 100 രൂപയാണ് ലഭിക്കുന്നത്. 35 മീറ്റർ തുണി നെയ്താൽ 1000 രൂപ ഇൻസെന്റീവും പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത് നമുക്ക് KHDC, അതായത് ഹാൻഡ്വീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് സർക്കാരിൽ ഇത് ഓർഡർ എടുത്തിരിക്കുന്നത്. നമ്മൾ സർക്കാരുമായിട്ട് ബന്ധമില്ല. അവര് ഈ KHDC ആണ് നമുക്കിത് നൂല് തന്ന് ഇതിന്റെ കൂലിക്കാശും അവരെ തരേണ്ടത്. അവരുടെ സെന്ററിൽ കൊണ്ടുപോയി നമ്മൾ ബില്ലിട്ട് അവരാണ് ബില്ലിടുന്നത്. അവരുടെ ബില്ലിലാണ് തുണി പോകുന്നത്. അവർ പറയുന്നത് സർക്കാർ കാശില്ല, സർക്കാരിൽ നിന്ന് കിട്ടുന്ന പക്ഷം നിങ്ങൾക്ക് പൈസ തരാം. 2017 കൈത്തറി മേഖലയ്ക്ക് ഉണർവ് പകരുക എന്ന ലക്ഷ്യത്തോടെ യൂണിഫോം പദ്ധതി നടപ്പാക്കിയത്. 2 ആഴ്ചയിൽ ഒരിക്കൽ കൂലി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. പലതവണ വിഷയം അധികാരികളെ അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ടോബി ജോൺസൺ, 24, കോട്ടയം.